ഹലോ, ഒരു തട്ടുകട സ്റ്റൈൽ മസാല തയ്യാറാക്കിയാലോ? അപ്പോൾ ഞാൻ കടയിലേക്ക് ഗ്രീൻ പീസ് വാങ്ങാൻ പോയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് പീസ് ഉണ്ടെന്ന് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കടല കാണുന്നത്, വൈറ്റ് കടല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇതുകൊണ്ട് തട്ടുകട സ്റ്റൈൽ മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. ഞാനിത് ആദ്യം 7 വിസിലാക്കിയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. പിന്നെ 10 വിസിൽ വരെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 5-6 ഇല്ലേ വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ സവാള, അതുപോലെ 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ചപ്പും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ അരപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ തന്നെ വരുന്ന സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഉള്ളത്. ഇതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല മാത്രമല്ല കേട്ടോ, അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഏകദേശം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. പിന്നെ ഗരം മസാലയും ചേർത്ത് ഈ 3 സാധനങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 3 ചേർത്തതിന് ശേഷം വെള്ളം വറ്റുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ വെള്ളം ഇവിടെ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെറുതെ മുകളിൽ കുറച്ച് ചപ്പും കറിവേപ്പിലയും ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇതാ തട്ടുകട സ്റ്റൈൽ വൈറ്റ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്